എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്തിടയ്ക്കായിട്ടേ എനിക്ക് ഒത്തിരി സന്തോഷം ലഭിക്കുന്നൊരു കാര്യമാണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന റെസിപ്പികളൊക്കെ ആരെങ്കിലുമൊക്കെ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു തന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നോട് പങ്കുവയ്ക്കുന്നത്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന റെസിപ്പികൾ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില ചെറുപ്പക്കാരുടെ ജീവിത സാഹചര്യങ്ങളും കഷ്ടപ്പാടും ഒക്കെ അറിയുമ്പോൾ ഞാൻ അവർക്ക് തുടർന്ന് പഠിക്കുവാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ടോ എൻ്റെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ എൻ്റെ കോളുകളോ അല്ലെങ്കിൽ ഞാൻ അവരുടെ ബയോഡാറ്റ മെസ്സേജിലൂടെ ഷെയർ ചെയ്യുന്നതൊക്കെ കാരണമാകാറുണ്ട്. ഞാൻ അപ്പോൾ തന്നെ അതെല്ലാം മറന്നുപോകും. കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോളുകൾ എന്നെ തേടിയെത്തും. എന്നിട്ട് അവരുടെ ജീവിത വിജയകഥകൾ എന്നോട് പറയും. എന്നിട്ട് ഒടുവിൽ ഞാനാണ് അതിന് കാരണമായതെന്ന് പറയും. നോക്കൂ, ഞാൻ എന്ത് ചെറിയ കാര്യമാണ് അവർക്ക് വേണ്ടി ചെയ്തത്. ഞാനൊരു പിടിവള്ളി അവർക്ക് ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അവരുടെ കഠിനാധ്വാനവും അവരുടെ പരിശ്രമവുമാണ് അവരെ ജീവിത വിജയത്തിൽ എത്തിച്ചത്. അതുപോലെ തന്നെ മറ്റ് ചില ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. 2-3 ആഴ്ച കഴിയുമ്പോൾ അവരുടെ കോളുകൾ എന്നെ തേടിയെത്തും. അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ മുതലാളി ശരിയല്ല, തൊഴിലാളികൾ ശരിയല്ല, ഭക്ഷണം ശരിയല്ല, അതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക് മാറണം എന്നൊക്കെ പറഞ്ഞു. അവരുടെ അവസ്ഥയോർത്ത് ഞാൻ അവരെ മാറ്റി വേറെ എവിടെയെങ്കിലും ആക്കും. അവിടെയും സമാന അവസ്ഥ തന്നെ ആയിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇതുപോലൊരു പയ്യനെ, എവിടെയും പിടിച്ചു നിൽക്കില്ലാത്തൊരു പയ്യനെ എറണാകുളം അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് കയറ്റി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചു പറഞ്ഞു, ആ വന്ന പയ്യൻ അഡ്വാൻസ് സാലറി ഒക്കെ വാങ്ങി മുങ്ങിയെന്ന്. ഒപ്പം തന്നെ കൂടെ താമസിച്ചിരുന്ന ആളുകളുടെ മൊബൈൽ ഫോണുകളും പേഴ്സുകളുമൊക്കെ അടിച്ചുകൊണ്ടാണ് പോയതെന്ന്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ മകനെ നിങ്ങൾ എവിടെ കൊണ്ടാണ് ഇട്ടിരിക്കുന്നതെന്ന്. കാരണം മകൻ അങ്ങോട്ട് ഫോൺ വിളിക്കാറില്ല, മകനെ വിളിച്ചാൽ കിട്ടാറുമില്ല എന്ന്. എന്താ അല്ലേ, ഉന്തി മരം കയറ്റിയാലേ കയറില്ല എന്ന് മാത്രമല്ല, ദേഹം മുരഞ്ഞ് നിലത്ത് വീണ് കിടക്കുമ്പോൾ ഇവനോട് ആരാണ് ഈ പണി ചെയ്തതെന്ന് ചോദ്യം നമ്മൾ കേൾക്കേണ്ടിയും വരും. എല്ലാവരിലേക്കും സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ഷെഫ് എമിൽ ഫിലിപ്പ്.